റീമോളെ നീ എന്താ ഇവിടെ നിൽക്കുന്നേ? എന്താണ്? ആദ്യതാത്തനെ വിളിക്കണോ? നമ്മൾ ശമനതാത്തൻ്റെ അടുത്ത് പോയി നോക്കാം. ഞാൻ കുടുംബശ്രീ കഴിഞ്ഞ് വരിക. ഇതെന്താ റീമോളെ? അല്ല, ഇതിനെ കൂട്ടി വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോവാ. അങ്ങനൊന്നും പറയല്ലേ ശമനെ, പാവം കിട്ടും കേട്ടോ. ഇതിനാരും ഇല്ലാത്തൊരു മോളല്ലേ. നീ കുറച്ച് ദിവസം ഓളൊന്ന് നോക്ക്. ആദ്യം വരുന്നത് വരെ ഒന്ന് നിർത്ത്, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എന്താ പറയുന്നത്? ഒരു നിമിഷം പോലെ ഞാൻ ഇനി എന്റെ വരയെ കറ്റത്തില്ല. നിനക്ക് വേണേ നീ നിന്റെ വരയെ കൊണ്ടോ. നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒഴിവില്ലായിട്ടാ ഷമ്മനെ. എന്റെ അവസ്ഥ എനിക്കറിയാലോ. അല്ല പിന്നെ സാരല്ല കേട്ടോ, നമുക്ക് ആദ്യത്താത്തനെ വിളിച്ചേരട്ടോ ഞാന്. ഹലോ ആദി, റീലുമോളുണ്ട് റോഡുമേൽ, പാവുണ്ട്. എന്താ ചെയ്യേണ്ടിയേ? റോഡുമേൽ ഇങ്ങനെ നിൽക്കുക. നീ ഒന്ന് പിന്നെ ഷംനനെ വിളിച്ചിട്ട് ഒന്ന് അതിനെ ഒരു അവിടേക്ക് ഒന്ന് കൂട്ടാൻ പറയും വീട്ടിലേക്ക്. ആണോ? എന്നാ ശരിയേ, എന്നാൽ ഞാൻ ഓളവിടെ കൊണ്ടാക്കട്ടോ. നോക്കട്ടെ എന്നാൽ ഞാൻ വിളിക്കാനാ. റീലുമോളെ, എന്നോട് ആദ്യത്താത്ത ഷംനത്താത്തൻ്റെ അടുത്ത് നിൽക്കാനാട്ടോ പറഞ്ഞേ. ഞാൻ എന്നെ അവിടെ ആക്കി തരട്ടോ. 2 ദിവസം കഴിഞ്ഞാൽ ആദ്യത്താത്ത വരൂട്ടോ. ഹലോ, നീ ഇപ്പം എന്തായിരിക്കല്ലോ ഓക്ക് പറയാനുള്ളത്? ഹലോ, നീ എന്ത് പറയേണ്ട കാര്യമില്ല. ഞാൻ ഇവിടെ നിർത്തൂല. നീ എന്ത് പറയേണ്ട കാര്യമില്ല. ആയിട്ടകളൊന്നും ഇവിടെ നിർത്താൻ പറ്റത്തില്ല. എങ്കിൽ നീ വന്നിട്ട് എന്താ വെച്ചാൽ തീരുമാനിക്ക്. 2 ദിവസമല്ലേ? എങ്കിൽ 2 ദിവസം ഞാനിവിടെ നിർത്താം. ആയിക്കോട്ടെ. ഓളൊരു സഹതാപം.